ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ 10 ലക്ഷമാ. 10 ലക്ഷം രൂപ. അതെ, ചെറിയൊരു തുകയല്ല. തുകയുടെ കാര്യത്തിലല്ല സാറേ, അതിപ്പോ 1 രൂപയുടെ പ്രൈസ് മണി ആണെങ്കിലും നമുക്ക് അതിനോട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്നാ മക്കളൊന്ന് ശ്രമിക്ക. അണ്ണാ, അണ്ണന്റെ ഒക്കെ കലാവിരുദ്ധോണ്ടേ പോലീസിന്റെ കയ്യിൽ നിന്ന് അടിയിട്ട് എന്റെ ഈ ചെക്കനാ. അറിയോ, പാവം പിടിച്ചവന് കിട്ടിയ അടിയുടെ പകുതി അവകാശി അണ്ണനാ. അതണ്ണൻ സന്തോഷത്തോടെ വാങ്ങിക്കണേ. എന്നാ പിന്നെ മക്കൾ അടിക്ക, അണ്ണൻ വാങ്ങിക്കാം. ഡേയ്, നിനക്കല്ലേ കിട്ടിയത്, എന്നാ നീ എന്നെ കൊടുത്തോ. യാശാൻ പറഞ്ഞ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തോ നടയും ഇത്ര വീടപ്പ് കൊടുത്തിട്ട് ചാക്കിന്റെ ഉള്ളാശനെ എന്നാ പിന്നെ രംഗനെ തല്ലിയിട്ട് നേരെ ചൊവ്വ നീ ഇവിടുന്ന് പോകുന്നു കരുതുന്നുണ്ടോ? എടാ, നിന്റെയൊക്കെ ബോസ് ACP ചന്ദ്രബോസിനെ തല്ലിയിട്ടേ അവന്റെ മുന്നിൽ കൂടെ തേരാപ്പാര നടന്നായി ഞാൻ. നീയൊന്നും തൊടില്ലടാ വിഷ്ണുവിനെ, കാരണം ഞാൻ ആരാണെന്ന് അവനറിയാം. ഇനി നീയോ അറിയും. കമല, ഇവന്മാരെയൊക്കെ വലിച്ചുകൂട്ടിയെടുക്ക്, വല്ല പെട്ടിവണ്ടി വിളിക്കേണ്ടി വരും. നിങ്ങളുടെ കൂടെ വേറൊരുത്തരും കൂടി ഉണ്ടായിരുന്നല്ലോ, അവനവിടെ?
പറയാം. സാറേ. ശരണമ്മ, ഇത് സാബൂറി സാർ, തൃപ്തി കറി മസാല കമ്പനിയുടെ MD ആണ്. ഓ, ഞങ്ങൾക്കിപ്പോ നല്ല 2 ചായ വേണം. അതിനെന്താ കുറുപ്പ് സാറേ, കയറിയിരിക്കേ, ഞാനിപ്പോ എടുക്കാം. സാർ വരൂ. വരൂ. ഇരിക്കേ സാറേ. ഇതൊരു ചെറിയ കടയായതുകൊണ്ടേ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇത്രേ ഉള്ളൂ സാറേ. അതെ, ചുറ്റുപാടുകളെക്കാൾ കൊടുക്കുന്ന ആഹാരത്തിലല്ലേ കാര്യം. അത് ശുദ്ധവും വൃത്തിയുള്ളതുമാണെങ്കിൽ ഭക്ഷണം എവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ? കഴിക്കുന്നവന് സന്തോഷം കിട്ടണം. ആരോഗ്യകരവും ഫ്രഷ് ആയിട്ടുള്ളതും ന്യായയുക്തവും സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയുള്ളതുമാണെങ്കിൽ കഴിക്കുന്നവന് സന്തോഷമേ താനേ വന്നോളും. അങ്ങനെയാണെങ്കിൽ ശാരദാമ്മയുടെ ഈ കടയിൽ വരുന്നവരെല്ലാം സന്തോഷം കിട്ടിയിട്ട് പോകുന്നവരാ സാറേ. അത് ഇവിടെ വരുന്നവരോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. സാർ ചായ. സാറ് ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് നമ്മൾ വന്ന കാര്യം പറഞ്ഞാൽ മതി. ഈ ചായയിലുണ്ട് സാറേ ശാരദാമ്മയുടെ കൈപ്പുണ്യം. ഞാൻ ശുദ്ധഭക്ഷണത്തിന് ഒരുപാട് പരിഗണന നൽകുന്ന ഒരാളാ. അത് കൃത്യമായി ഉണ്ടാക്കുന്നവർക്ക് പരിഗണനയും അതോടൊപ്പം ബഹുമാനവും നൽകും. ശാരദാമ്മയെക്കുറിച്ച് കുറുപ്പ് സാർ പറഞ്ഞ് കുറച്ചധികം ഞാൻ കേട്ടു. ഇപ്പോ കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തു. ശാരദാമ്മേ, ഇനി വന്ന കാര്യം പറയാം. തൃപ്തി മസാല എന്ന പേരിൽ സാർ ഒരു മസാല കൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. മക്കളുമായിട്ട് ശാരദാമ്മ അതിൽ പങ്കെടുക്കണം. അയ്യോ കുറുപ്പ് സാറേ, ഞാനില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മത്സരമായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല. അതൊരു ജോലിയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല. എന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്തവ്യം, അങ്ങനെ കാണാനേ എനിക്ക് പറ്റൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കറിയാം ശാരദാമ്മ ഇതേ പറയൂന്ന്. അത് ഞാൻ സാബു സാറിനോട് പറയുകയും ചെയ്തല്ലോ. ഇപ്രാവശ്യത്തെ പ്രൈസ് മണിയും കൂട്ടിയിട്ടുണ്ട്. മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ 10 ലക്ഷമാ. 10 ലക്ഷം രൂപ. അതെ, ചെറിയൊരു തുകയല്ല. തുകയുടെ കാര്യത്തിലല്ല സാറേ, അതിപ്പോ 1 രൂപയുടെ പ്രൈസ് മണി ആണെങ്കിലും നമുക്ക് അതിനോട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ.